ഇനി മഞ്ഞപ്പിത്തം ബാധിച്ച് പെരുമ്പാവൂർ വേങ്ങൂരിൽ ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കാർത്തിയായനിയാണ് മരിച്ചത്. വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിക്കുന്ന രണ്ടാമത്തെയാളാണ് കാർത്തിയായനി. ആദിത്യൻ ഓമനക്കുട്ടൻ വിവരങ്ങൾ നൽകും. ആദിത്യന്റെ തന്നെ കഴിഞ്ഞ ദിവസത്തുള്ള റിപ്പോർട്ടിൽ ചില ആളുകൾ ഗുരുതരാവസ്ഥയിലാണ് മഞ്ഞപ്പിത്തം ബാധിച്ചെന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. അതിലൊരാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അക്ഷയ, സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പെരുമ്പാവൂർ വേങ്ങൂരിൽ നിന്ന് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, മഞ്ഞപ്പിത്ത വ്യാപനം അതിരൂക്ഷമായൊരു സാഹചര്യമാണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ വേങ്ങൂരിലുള്ളത്. അവിടെ ഇപ്പോൾ 227ഓളം പേർ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ടെന്നാണ് ഇതുവരെ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 33ഓളം പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. അതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമായിരുന്നു. അതിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന 51 വയസ്സുകാരിയായ കാർത്തിയായനി എന്ന സ്ത്രീയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. കാർത്തിയായനിക്ക് ആരോഗ്യപരമായ മറ്റ് ബുദ്ധിമുട്ടുകളും അവശതകളും ഉണ്ടായിരുന്നു. അങ്ങനെ കരളിൻ്റെയും വൃക്കയുടെയും നില ഗുരുതരമായതോടെയാണ് ഈ കാർത്തിയായനി മരണപ്പെട്ടത്. ഇതിപ്പോൾ രണ്ടാമത്തെ മരണമാണ് വേങ്ങൂരിൽ സംഭവിക്കുന്നത്. ഇതിനു മുമ്പ് ഒരാൾ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടിരുന്നു. വളരെ സങ്കടകരമായ അവസ്ഥയാണ് പെരുമ്പാവൂരിലെ വേങ്ങൂർ നിവാസികളുടെ നിലവിലെ സ്ഥിതി. അവർക്ക് ചികിത്സയ്ക്ക് പോലും പണം കണ്ടെത്താനാകാതെ കൂലിത്തൊഴിലാളികളും മറ്റുമൊക്കെ ബുദ്ധിമുട്ടുകയാണ്. അങ്ങനെ അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ പോലും ധനസമാഹരണത്തിനും മറ്റുമായി ചികിത്സാ ചിലവ് കണ്ടെത്താൻ ധനസമാഹരണത്തിലൂടെയൊക്കെ തെരുവിലിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വളരെ ഒരു മോശപ്പെട്ട നിലയിലാണ് പെരുമ്പാവൂരിലെ അവസ്ഥ. ഇത് ഈ മഞ്ഞപ്പിത്തം വരുത്തി വെച്ചത് വാട്ടർ അതോറിറ്റിയുടെ ഒരു അനാസ്ഥയാണെന്ന് പറയാതെ വയ്യ. ഈ ബ്ലീച്ചിങ് പൗഡറും മറ്റുമൊക്കെ അലക്ഷ്യമായി കൊണ്ട് കളഞ്ഞ് അങ്ങനെ ശുചീകരണം പാളിയതോടെയാണ് അവിടെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുക. എന്തായാലും വേങ്ങൂരിൽ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട്. അതിന് സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ വലിയ ദുരിതത്തിലാണ് വേങ്ങൂർ നിവാസികൾ.